നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കൊടകര കടമ്പോട് ഉറക്കത്തിനിടെ പാമ്പുകടിയേറ്റ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 7 വയസ്സുകാരൻ അൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോഷിന്റെ നില ഗുരുതരം. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി. 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറും. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശീയപാത ചാലക്കുടിയിലെ പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലത്തിന്റെ ബെയറിംഗുകൾ മാറ്റുന്ന നടപടികൾ തുടരുന്നു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ദേശീയപാത കയ്പമംഗലത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോടാലി കടമ്പോട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളായ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. ഒരാൾ മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു. സഹോദരൻ 10 വയസ്സുകാരനായ അനോഷ് ഗുരുതരാവസ്ഥയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ശേഷമാണ് സിൽജോയും ഭാര്യയും മക്കളും വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നത്. പുലർച്ചെ 2 മണിയോടെ ഇളയ കുട്ടി ആൽജോ വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പറഞ്ഞതിനെ തുടർന്ന് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നതായി പറയുന്നു. പുലർച്ചെ 5ഓടെ 2 കുട്ടികളെയും അവശനിലയിൽ കണ്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കോടാലിയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനോടകം അങ്ങേയറ്റം അവശതയിലായ ഇരുവരെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസിൽ ചാലക്കുടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൽജോ മരിച്ചിരുന്നു. ആൽജോയുടെ ശരീരത്തിന് പുറകിലായി പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കണ്ടെത്തി. അനോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അനോഷിന്റെ ശരീരത്തിലും പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കാണപ്പെട്ടു. തലേന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കുട്ടികൾക്ക് വിഷബാധയേറ്റതാണെന്നാണ് ആദ്യം മാതാപിതാക്കൾ അടക്കമുള്ളവർ കരുതിയത്. എന്നാൽ ഡോക്ടർമാർ ഇത് ഭക്ഷ്യവിഷബാധയല്ലെന്നും പാമ്പ് കടിയേറ്റതാകാനാണ് സാധ്യതയെന്നും സൂചന നൽകിയതിനെ തുടർന്ന് രാവിലെ 8:30 വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടികൾ ഉറങ്ങിയിരുന്ന മുറിയിൽ പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടിൻപുറങ്ങളിൽ വെള്ളിക്കെട്ടൻ എന്ന് വിളിപ്പേരുള്ള വിഷപ്പാമ്പിന്റെ കുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. തൃശൂരിൽ നിന്ന് ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റ് സംഘവും എത്തി വീടിനുള്ളിൽ പരിശോധന നടത്തി. വെള്ളിക്കുളങ്ങര പോലീസും വനപാലകരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ആൽജോയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. TCV കൊടകര. തൃശൂർ മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. വാൽപ്പാറ ലയത്തിൽ താമസിക്കുന്ന 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. ഷോളയാർ ഡാമിന് സമീപത്തെ വീടിനടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭൂരിഭാഗവും പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഷോളയാർ ഡാമിന് സമീപം മകനൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് മകൻ വീട്ടിലെത്തിയപ്പോഴാണ് കാണാനില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഞായറാഴ്ച രാവിലെ വീടിന് സമീപത്തെ കാനയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള തോട്ടം മേഖലയിലാണ് സംഭവം നടന്നത്. പുലി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ പ്രദേശത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറ്റ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടക്കും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11നും 11:30 ഇടയ്ക്കാണ് കൊടിയേറ്റം. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ചടങ്ങ്. ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡ് വഴി നായ്ക്കനാലിലെത്തും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. പിന്നാലെ നായ്ക്കനാലിൽ വെച്ചുപിടിപ്പിച്ച ചെറിയ ആൽമരത്തിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരപ്പതാകകൾ ഉയരും. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീല നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള കൊടികളാണ് ഉയർത്തുക. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നാളെ രാവിലെ 11:30 പൂരം കൊടിയേറ്റ്. രാവിലെ 11 നടക്കുന്ന വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാർ കൊടിയുയർത്തും. ചെമ്പിൽ കുട്ടനാശാരി നിർമ്മിച്ച കവിങ്ങിൻ കൊടിമരം ആൽ, മാവിലകളും ദർഭപ്പുലും ഉപയോഗിച്ചും അലങ്കരിക്കും. തുടർന്ന് സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് കൊടിമരമുയർത്തുക. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്.
ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കർണി തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും. ഘടകക്ഷേത്രങ്ങളിലും രാവിലെയും വൈകിട്ടുമായി പൂരം കൊടിയേറും. ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. TCV തൃശൂർ. ബെയറിംഗ് മാറ്റുന്ന അടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കായി ദേശീയപാതയിലെ ചാലക്കുടി പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പുഴയ്ക്ക് കുറുകെയുള്ള എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലം 6 ദിവസത്തേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി അടച്ചിട്ടത്. ഇതുവഴിയുള്ള വാഹനങ്ങൾ കിഴക്ക് ദിശയിലെ പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഇടവഴികളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിടുന്നുമുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന പരിശോധനയിലാണ് പഴയ പാലത്തിന്റെ ബെയറിംഗുകൾ കേടുവന്നതായി കണ്ടെത്തിയത്. 32 ബെയറിംഗുകൾ മാറ്റി പുതിയവ ഘടിപ്പിക്കും. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ചേപ്പലക്കോട് സ്വദേശി വല്ലത്തൂരാൻ വീട്ടിൽ 55 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. വടക്കാഞ്ചേരിയിലെ ആരാധനാലയത്തിലേക്ക് കുടുംബത്തോടൊപ്പം പോകുന്നതിനിടെ മങ്കര ലക്ഷം വീട് പരിസരത്ത് പാതയോരത്തെ വൈദ്യുതി തൂണിലടിച്ച് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബെന്നിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വാഹനത്തിലുണ്ടായിരുന്ന ബെന്നിയുടെ ഭാര്യയും കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത കയ്പമംഗലത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി 52 വയസ്സുള്ള തിണ്ടിക്കൽ ഹുസൈനാണ് മരിച്ചത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MLA E.T. ടൈസൺ എന്നിവർ ചേർന്ന് കാൽനാട്ട് നിർവഹിച്ചു. തുടർന്ന് പൌരോഹിത്യ സ്വീകരണത്തിന്റെ 30 വർഷങ്ങൾ പിന്നിട്ട ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലിനെ MLA-മാർ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം നിത്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അച്ചു രഞ്ജൻ, വാർഡ് മെമ്പർ ജീന ബിജു എന്നിവർ സംസാരിച്ചു. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ 28-ാം തീയതി വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പൊതുവണക്കത്തിനായി വയ്ക്കുമെന്ന് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൽസ് പല്ലിശ്ശേരി എന്നിവർ അറിയിച്ചു. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേരും ചികിത്സയിൽ തുടരുന്നു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. ഇരുവരും നിരീക്ഷണത്തിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലുള്ള സഹദീൻ മുഹമ്മദിനെ വാർഡിലേക്ക് മാറ്റി. അതേസമയം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിനെ വാർഡിലേക്ക് മാറ്റി. മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തിയും അക്ഷയ തൃതീയയും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. 3 ഗജവീരന്മാർ അണിനിരുന്ന കാഴ്ചശീവേലി ഭക്തർക്ക് ദൃശ്യവിരുന്നായി. വിഭവസമൃദ്ധമായ ജന്മദിന സദ്യയിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. ആൽത്തറമേളം അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ബലരാമ ക്ഷേത്രത്തിലേക്കുള്ള ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളിപ്പ്, ഘോഷയാത്രയായ ദേവസഹോദര സംഗമം ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായിരുന്നു. ദേവസംഗമ സന്നിധിയിൽ ഭക്തർ നിറവറകൾ സമർപ്പിച്ചു. രാത്രി വർണ്ണമഴയും ഇടക്കയുടെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയോടെ വിശേഷ ചുറ്റുവിളക്കം നടന്നു. ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികളായ P. പുരുഷോത്തമ പണിക്കർ, AV പ്രശാന്ത്, K. ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ക്ഷേമസമിതി ഓഫീസ് തുറന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ MU ഷിനിജ, C. മനോജ്, ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബലരാമ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വൃക്ഷത്തൈകളും നട്ടു. ഗ്രാമകം നാടകോത്സവത്തിന്റെ ആദ്യ നാടകം തനത് ലാവണം അവതരണത്തിലും അഭിനയ തികവിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തിലെ പ്രശസ്ത നാടകകൃത്തും നാടക സംവിധായകനുമായ തുപ്പേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാമണ്ണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ നാടകമാണ് ആദ്യ ദിനം അരങ്ങേറിയത്. ഗ്രാമീണ നഗര സാംസ്കാരിക മാറ്റങ്ങളും ഭാവങ്ങളും ഒറ്റ ഫ്രെയിമിൽ ഒത്തുചേരുന്നു എന്നതാണ് നാടകത്തിന്റെ പ്രത്യേകത. ഗ്രാമവാസിയായ ഗോപാലൻ നഗരത്തിലെ ബന്ധുഗൃഹത്തിലെത്തുന്നത് മുതലാണ് നാടകം ആരംഭിക്കുന്നത്. നാട്ടിൽ നിന്നും ജീവിത പ്രതീക്ഷയായി നനഞ്ഞൊട്ടിയ പോക്കറ്റിലെ ാണ് ഗ്രാമത്തിലെ മുൻകാല ജീവിതാനുഭവങ്ങളും വർത്തമാന ജീവിതാനുഭവങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നാടകാവതരണത്തിൽ പുതുമ പുലർത്തിയ നാടകത്തിലെ പാട്ടിന്റെ ശീലുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തൃശൂർ എൻക്ലേവ് തിയേറ്റർ കളക്ടീവിന്റെ ബാനറിൽ KS പ്രതാപനാണ് നാടക സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സിനിമാ നാടക പ്രവർത്തകരായ സുനിൽ സുഗത, പ്രശോഭ് വേലൂർ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ.
ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം, ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. മറ്റം നിത്യസഹായ മാതാവിന്റെ പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ സന്ദേശം നൽകി. ഫാദർ ജിനിൽ കുത്തൂർ സഹകാർമ്മികനായി. പ്രദക്ഷിണത്തിലും കിരീടം എഴുന്നള്ളിപ്പിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ വേലുകാരൻ, ട്രസ്റ്റിമാരായ ഷാജ് കെ സൈമൺ, MJ ജോഷി തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രശസ്ത അഷ്ടപതി സോപാന ഗായകൻ ഊരമന രാജേന്ദ്ര മാരാർക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഷ്ടപതി പുരസ്കാരം സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. 25,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷനായി. പുരസ്കാര നിർണയ സമിതി അംഗം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ MU ഷിനിജ, C മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിരൂപത 139 ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിൽ സ്വാഗത സംഘം യോഗം ചേർന്നു. ഫൊറോന പള്ളി ഹാളിൽ ചേർന്ന യോഗം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫാദർ ഡൊമിനിക് തലക്കോടൻ, ഫാദർ അലക്സ് മരോട്ടിക്കൽ, ഫാദർ സിജോ പൈനാടത്ത്, ജോഷി വടക്കൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ജിജോ മുരിങ്ങത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 20 തീയതിയാണ് വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിൽ അതിരൂപത ദിനാഘോഷം നടക്കുന്നത്. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമൂടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി PV സന്തോഷ്, മേൽശാന്തി PR ലിജേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KC ദിലീപ് കുമാർ, KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 23 തീയതിയാണ് മഹോത്സവം. പഴയന്നൂർ നീർണമുക്ക് സ്വർണ്ണക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. നീർണമുക്ക് ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് പേരൂർ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് പരക്കാട് മഹേന്ദ്രൻ മാരാർ പ്രമാണം വഹിച്ചു. പടിഞ്ഞാറച്ചിറ ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് മായന്നൂർ രാജു പ്രാമാണികനായി.
കേരള ലളിതകലാ അക്കാദമിയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. നാടകോത്സവ വേദിയായ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് ചിത്രകലാ ക്യാമ്പ് നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ ശശി അത്താണിക്കൽ അധ്യക്ഷനായി. ഭാരവാഹികളായ ജ്യോതിരാജ് മായമ്പള്ളി, കെ മോഹനൻ, പി കൃഷ്ണദാസ്, എൻ സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ചിത്രകലാ ക്യാമ്പിൽ 11 ചിത്രകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പ് 22-ാം തീയതി സമാപിക്കും. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കാഞ്ഞാണി ഭാരത് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജനെ CPI ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി കിഷോർ കുമാർ, VD രത്നാകരൻ, വൈശാഖ് അന്തിക്കാട്, സാജൻ കൂട്ടാല തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കാൻ അണിയറയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 3 ലക്ഷത്തോളം LED ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. ഷാർപ്പുകളും LED ബാർ ലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാനുണ്ടാകും. AI ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ തിരുനാളിനെത്തുന്ന തീർത്ഥാടകർക്ക് ദീപക്കാഴ്ച ഒരുക്കുന്നതെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ CJ വിൻസെന്റ് പറഞ്ഞു. ഔസേപിതാവിന്റെ 150ാം തിരുനാള് ശതോത്തര ജൂബിലി ആഘോഷം വളരെ മനോഹരമായിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. അതിന്റെ ഏറ്റവും വർണ്ണക്കാഴ്ച ഒരുക്കുന്നത് ദീപകാഴ്ചയാണ്. ഈ ദീപകാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് AI സംവിധാനവും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. ഇതിൽ നമ്മൾ ഏകദേശം 3 ലക്ഷത്തോളം പിക്സൽ ബൾബുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് CJ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. വളരെ മനോഹരമായ രീതിയിൽ ദീപക്കാഴ്ചകൾ ഒരുക്കുന്നതും അവയെ കാണാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവർട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് സ്പെഷ്യൽ ഇഫക്റ്റോടുകൂടി ഇത്തവണയും ദേവാലയ ദീപാലങ്കാരം ഒരുക്കുന്നത്. 1.5 മാസത്തിലേറെ 20ഓളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. ദീപാലങ്കാര ജോയിന്റ് കൺവീനർ MP ഷാജൻ, ട്രഷറർ സെബി ജോസ്, പ്രീജോ ജോണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 8-ന് പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. 24, 25, 26 തീയതികളിലാണ് പാവറട്ടി തിരുനാൾ. TCV ന്യൂസ്, പാവറട്ടി. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങളുടെ ജാറത്തിൽ നടന്ന ചന്ദനക്കുടം നേർച്ച വർണ്ണാഭമായി. കുടിയേറ്റ കാഴ്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചേറ്റുവ ചുള്ളിപ്പടി ഫൈസൽ ബിൻ ഹസൻ എന്നിവരുടെ വസതിയിൽ നിന്ന് പുറപ്പെട്ട് ജാറത്തിൽ എത്തി കുടിയേറ്റം നിർവഹിച്ചു. ചന്ദനക്കുടം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AA ഷഫീർ, ജനറൽ സെക്രട്ടറി KM ആഷിഫ്, KM ബദറുദ്ദീൻ, RK അബ്ദുൾ റഹ്മാൻ, NM അൻവർ, VM അബ്ദുസലാം എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. നെല്ലുവായ് ശ്രീ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവം ആരംഭിച്ചു. പാറക്കടവിൽ നിന്ന് കരകം, ഒടുക്കുവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ സത്യകുംഭം എഴുന്നള്ളിപ്പും ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും നടന്നു. കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. ഡോക്ടർ ശ്രീകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി. വാർഡ് മെമ്പർ മീന ശരവൻ മുഖ്യാതിഥിയായി.
ആറങ്ങോട്ടുകരയിൽ കിണറ്റിലകപ്പെട്ട ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താനായി 30 അടി താഴ്ചയുള്ള കിണറ്റിലിറങ്ങിയ മധ്യവയസ്കനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ദേശമംഗലം പഞ്ചായത്ത് അംഗം മഞ്ജുലയുടെ ആട്ടിൻകുട്ടിയാണ് കിണറ്റിൽ അകപ്പെട്ടത്. ജോലിക്കെത്തിയ മുരളിയാണ് ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിലകപ്പെട്ടത്. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസർ AK ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരളിയെ കരയ്ക്ക് കയറ്റിയത്. യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യത്തിലിറങ്ങിയ യുവാവിനെ അടിപിടി കേസിൽ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തൻകുളം സ്വദേശി അശ്വിനെയാണ് SI M അജാസുദ്ദീൻ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 6-ാം തീയതി പ്ലാവിൻമുറി സ്വദേശി കൈപ്പോത്ത് രാജേഷ് കുമാറിനെ വ്യാപാര സ്ഥാപനത്തിലെത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. ജനുവരി 31-ന് തൻകുളം ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കത്തിൽ തൻകുളം സ്വദേശി കിച്ചു സുരേഷിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ജാമ്യം നേടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ദശാവതാരം ചന്ദ്രചാർത്ത് സമാപിച്ചു. വിശ്വരൂപ ദർശനത്തോടെയായിരുന്നു 10 ദിവസമായി നടന്നുവന്ന ചന്ദ്രചാർത്ത് സമാപിച്ചത്. പെരികമന മണിനമ്പൂതിരിയാണ് 8 വർഷമായി ക്ഷേത്രത്തിൽ ചന്ദനം കൊണ്ടുള്ള അലങ്കാരങ്ങൾ വിഗ്രഹത്തിൽ ഒരുക്കിയിരുന്നത്. സമാപന ദിവസം മണിനമ്പൂതിരിയെ ക്ഷേത്രം ഭാരവാഹികൾ ആദരിച്ചു. പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ, ട്രഷറർ P ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കും പ്രസാദഊട്ടിനും ശേഷം ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. CPMന്റെ മണലൂരിലെ മുതിർന്ന നേതാവായിരുന്ന VA നാരായണന്റെ 6-ാം ചരമവാർഷികം ആചരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ മനോജ് കോളഞ്ചേരി അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ്, VN സുർജിത്ത്, PG സുബിദാസ്, BV പ്രഭാത്, VV സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി നല്ല ഇടയന്റെ ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ ജോഷി പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ മാളിയമാവ് തിരുനാൾ സന്ദേശം നൽകി. പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ടിറ്റോ ജോയ് മുള്ളക്കര, ജനറൽ കൺവീനർ സൈജു ചാടൂർ, കൈക്കാരന്മാരായ MG ജോസഫ്, സോളമൻ പത്രോസ്, ജോസ് തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്സ് പറപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ 11ാമത് യൂണിറ്റ് എടക്കളത്തൂർ തെക്കുമുറിയിൽ രൂപീകരിച്ചു. പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം ആക്സ് പറപ്പൂർ യൂണിറ്റ് പ്രസിഡന്റും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ആക്സ് പറപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് AV കറുപ്പക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ അനില ബിജു, ചാന്ദിനി സുധീർ എന്നിവർ മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്തു. യൂണിറ്റ് കൺവീനർ ജോൺസൺ എലവത്തിങ്കൽ, തോളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK രഘുനാഥൻ, ബ്രാഞ്ച് മാനേജർ CM പ്രദീപ്, ബ്രാഞ്ച് കൺവീനർ KK ഫ്രാൻസിസ്, ട്രഷറർ ജിൻജോ തോമസ്, സെക്രട്ടറി KK വാസു തുടങ്ങിയവർ സംസാരിച്ചു. 26 വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കേന്ദ്രീകരിച്ച് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന അൽകേഷ് കുമാർ ശർമ്മയും അന്തരിച്ച ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടും ചേർന്നാണ് ആക്സ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. തൃശൂർ ജില്ലയിൽ നിലവിൽ 17ഓളം ബ്രാഞ്ചുകളിലായി 250-ൽ പരം ആക്സിന്റെ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. 4 നൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തനത്തിനിടെ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആക്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് ആക്സ് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
കൊടകര കടമ്പോട് ഉറക്കത്തിനിടെ പാമ്പുകടിയേറ്റ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 7 വയസ്സുകാരൻ ആൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോഷിന്റെ നില ഗുരുതരം. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറും. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശീയപാത ചാലക്കുടിയിലെ പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലത്തിന്റെ ബെയറിംഗുകൾ മാറ്റുന്ന നടപടികൾ തുടരുന്നു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ദേശീയപാത കയ്പമംഗലത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.